നമസ്കാരം. നീതിബോധമുള്ള ഓരോ പൗരനെയും തലകുനിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലാണ് കേരളത്തിലെ ക്രമസമാധാന നില നാൾക്ക് നാൾ വഷളായിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഭരണ സംവിധാനങ്ങളും പോലീസും രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം മുട്ടുകുത്തുമ്പോൾ നിയമവാഴ്ച പൂർണ്ണമായും സ്തംഭനാവസ്ഥയിലാവുകയാണ്. സാധാരണക്കാരുടെ മേൽ കാടൻ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നവർ നിയമത്തെയും നിയമപാലകരെയും പരസ്യമായി വെല്ലുവിളിക്കുന്ന കൊടും ക്രിമിനലുകൾക്ക് മുന്നിൽ കാഴ്ചക്കാരായി മാറുന്ന ദയനീയ കാഴ്ചയാണ് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. ഈ ഒരു ഇരട്ടത്താപ്പ് നയത്തിനെതിരെയും ഗുണ്ടാ സംഘങ്ങളുടെ അഴിഞ്ഞാട്ടത്തിനെതിരെയും ശക്തമായ ജനരോക്ഷമാണ് സംസ്ഥാനത്ത് അലയടിക്കുന്നത്. സംസ്ഥാനത്ത് കൊടും ക്രിമിനലുകൾക്ക് ലഭിക്കുന്ന രാഷ്ട്രീയ സംരക്ഷണവും ഭരണകൂടത്തിന്റെ നിസ്സഹായ അവസ്ഥയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലും വലിയ ചർച്ചകളാണ് നടക്കുന്നത്. നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ ശക്തമായ ജനരോഷമാണ് ഉയർന്നു വരുന്നത്. കേരളത്തിലെ ക്രമസമാധാന നിലയെക്കുറിച്ചും പോലീസിന്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ പൊതുജനങ്ങളുടെയും BJP അനുകൂലികളുടെയും വികാരങ്ങൾ ഉൾക്കൊണ്ട് തയ്യാറാക്കിയ ഒരു വാർത്താ റിപ്പോർട്ടാണിത്. കേരളത്തിൽ എന്തുമാകാമെന്ന തരത്തിലാണ് കുറ്റവാളികളും ഗുണ്ടാ സംഘങ്ങളും വളർന്നിരിക്കുന്നത് എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഉത്തർപ്രദേശിലെ മാതൃകകൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സർക്കാരിൻ്റെ കീഴിൽ വികാസ് ദുബെയെ പോലുള്ള കുറ്റകൃത്യങ്ങളുടെ പര്യായമായ ഗുണ്ടാ തലവന്മാരെ ജാതിയോ മതമോ നോക്കാതെ അടിച്ചമർത്തിയ രീതി ഏറെ ശ്രദ്ധേയമാണ്. ഉത്തർപ്രദേശിൻ്റെയോ മറ്റു ശക്തമായ ഭരണ സംവിധാനങ്ങളുള്ള ഇടങ്ങളുടെ നാടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയെയും പോലീസിനെയും വെല്ലുവിളിച്ച് ഇത്തരത്തിൽ പുറത്തു നടക്കാൻ ഒരു ക്രിമിനലിനും സാധിക്കില്ലായിരുന്നു. സുഗതനെ അറസ്റ്റ് ചെയ്യാനും മറ്റും കാണിച്ച ഭരണകൂടത്തിന്റെ ആവേശത്തിന്റെയും മിടുക്കിന്റെയും 10-1 പോലും അർജുൻ ആയങ്കിയെ പോലുള്ള കൊടും ക്രിമിനലുകളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. സംസ്ഥാനത്ത് സാധാരണക്കാരായ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട പോലീസ് സംവിധാനം ഭരണപക്ഷത്തിന്റെ താൽപ്പര്യങ്ങൾക്ക് വഴങ്ങുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് നിലനിൽക്കുന്നത്. നിയമത്തെ നോക്കി കൊഞ്ഞനം കുത്തുന്ന ക്രിമിനലുകൾക്ക് മുന്നിൽ പോലീസ് കാഴ്ചക്കാരായി മാറുന്നു എന്നത് ജനങ്ങളിൽ വലിയ ആശങ്കയാണ് ഉണ്ടാകുന്നത്. പല മാധ്യമങ്ങളും ഇപ്പോൾ ഇത് റിപ്പോർട്ടും ചെയ്യുന്നുണ്ട്. കുറ്റവാളികളെ അമർച്ച ചെയ്യേണ്ടവർ രാഷ്ട്രീയ താൽപ്പര്യങ്ങളുടെ പേരിൽ കൈകൊട്ടി നോക്കി നിൽക്കുന്ന ഒരു ദയനീയ കാഴ്ചയാണ് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. രാഷ്ട്രീയ എതിരാളികളെയും ജനപ്രതിനിധികളെയും വേട്ടയാടാൻ കാണിക്കുന്ന ആവേശം യഥാർത്ഥ കുറ്റവാളികളെ പിടികൂടുന്ന കാര്യത്തിൽ കേരള പോലീസ് കാണിക്കുന്നില്ല. അർദ്ധരാത്രിയിൽ വീടുകൾ വളഞ്ഞ് സ്ത്രീകളെയും കുട്ടികളെയും ഭീഷണിപ്പെടുത്തി BJP കൗൺസിലറെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ആവേശം കേരളത്തിലെ കടുത്ത ക്രിമിനലുകളെ പിടികൂടുന്നതിൽ പോലീസ് കാട്ടുന്നില്ല എന്ന വിമർശനവും ശക്തമാണ്. സാധാരണക്കാരായ ജനങ്ങൾക്കുമേൽ കാടൻ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന പോലീസ് യഥാർത്ഥ കൊടും ക്രിമിനലുകൾക്ക് മുന്നിൽ മുട്ടുകുത്തുന്നു എന്ന ആക്ഷേപം വ്യാപകമായി ഉയരുന്നുമുണ്ട്. സമൂഹത്തിൽ ഭീതി പരത്തുന്ന ഗുണ്ടാ തലവന്മാർക്ക് പോലീസിന്റെ ഭാഗത്തു നിന്നും പരോക്ഷമായ പിന്തുണ ലഭിക്കുന്നുണ്ടോ എന്ന സംശയവും ബലപ്പെടുന്നതാണ്. സമീപകാല സംഭവങ്ങൾ അങ്ങനെ അതിനെ ബലപ്പെടുത്തുന്നതുമാണ്. പോലീസിനെ പോലും പരസ്യമായി വെല്ലുവിളിക്കുന്ന ക്രിമിനലുകൾക്ക് മുന്നിൽ ഭരണകൂടം നിഷ്ക്രിയമാകുമ്പോൾ നിയമവാഴ്ചയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. നാടിന്റെ സമാധാനാന്തരീക്ഷം തകർക്കുന്ന ഇത്തരം സാമൂഹിക വിരുദ്ധ ശക്തികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ കേരള പോലീസ് ഇനിയും തയ്യാറായിട്ടില്ല എങ്കിൽ അത് വലിയൊരു സാമൂഹിക പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികൾ നിയമത്തിന് അതീതരായി വാഴുന്ന സാഹചര്യം കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. തങ്ങളെ തൊടാൻ ആർക്കും കഴിയില്ല എന്ന അഹങ്കാരത്തോടെ പോലീസിനെതിരെ പോലും ഭീഷണി മുഴക്കാൻ ഇത്തരക്കാർക്ക് ധൈര്യം ലഭിക്കുന്നത് ഭരണപരമായ അശ്രദ്ധ കൊണ്ട് മാത്രമാണ്. പോലീസിനുള്ളിലെ ചില രാഷ്ട്രീയ താൽപ്പര്യക്കാർ ഇത്തരം കുറ്റവാളികൾക്ക് കവചം തീർക്കുന്നു എന്ന ഗുരുതരമായ ആരോപണവും ഇതിനോടകം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കേണ്ട ഒരു സംസ്ഥാനത്ത് ക്രിമിനലുകൾക്ക് മാന്യത ലഭിക്കുന്ന സാഹചര്യം അങ്ങേയറ്റം അപലപനീയമാണ്. ഇത്തരം സാഹചര്യങ്ങളെ ശക്തമായി നേരിടുന്ന മറ്റു സംസ്ഥാനങ്ങളിലെ മാതൃകകൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പൊതുജനങ്ങൾ വിമർശനം ഉന്നയിക്കുന്നത്. ജാതിയോ മതമോ നോക്കാതെ കൊടും ക്രിമിനലുകളെ അടിച്ചമർത്തുന്ന മാതൃക കേരളത്തിൽ നടപ്പിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് BJP പ്രവർത്തകരും പൊതുജനങ്ങളും ശക്തമായി ആവശ്യപ്പെടുന്നത്. അത്തരം ഭരണ സംവിധാനങ്ങളാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്നതെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കേരളത്തിലെ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ കുറ്റവാളികളെ പിടികൂടാൻ മടിക്കുന്ന പോലീസിന്റെ നടപടി കടുത്ത ജനരോഷമാണ് സൃഷ്ടിക്കുന്നത്.
ഭയരഹിതമായി ജീവിക്കേണ്ട ഒരു സമൂഹത്തിൽ ക്രിമിനലുകൾക്ക് പരസ്യമായി വെല്ലുവിളി മുഴക്കാൻ സാധിക്കുന്ന സാഹചര്യം ഭരണകൂടത്തിന്റെ പരാജയത്തെയാണ് തുറന്നു കാണിക്കുന്നത്. നിയമപാലകരെയും നിയമവ്യവസ്ഥയെയും നോക്കുകുത്തിയാക്കി മാറ്റുന്ന ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ അധികാരികൾ തയ്യാറാകണം. നീതി നിഷേധിക്കപ്പെടുന്ന ഈ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജനം തെരുവിലിറങ്ങുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഭരണകൂടം ഇനിയെങ്കിലും അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു ഇരട്ടത്താപ്പ് നയം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ കടുത്ത അമർഷത്തിന് കാരണമായിട്ടുണ്ട്. പ്രതിപക്ഷ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തുന്നവർ യഥാർത്ഥ സാമൂഹ്യ വിരുദ്ധരെ തൊടാൻ ഭയപ്പെടുന്നു. നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച് കുറ്റവാളികൾ സമൂഹത്തിൽ വിലസുമ്പോൾ അവർക്കെതിരെ നടപടിയെടുക്കാൻ മടിക്കുന്ന പോലീസ് സേന കേരളത്തിന്റെ യശസ്സിന് കളങ്കം വരുത്തുകയാണ്. ഈ അനീതിക്കെതിരെ ശക്തമായ പ്രതികരണവുമായി ജനങ്ങളും BJP പ്രവർത്തകരും മുന്നോട്ട് വരുന്നത് സ്വാഭാവികമായ ഒരു പ്രതിരോധം തീർക്കൽ മാത്രമാണ്. കേരളത്തിൽ ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന ഗുണ്ടാ വിളയാട്ടങ്ങളും അതിനും ഭരണാധികാരികളുടെയും പോലീസിന്റെയും ഭാഗത്തു നിന്ന് ലഭിക്കുന്ന പരോക്ഷമായ പിന്തുണയും ജനാധിപത്യ സമൂഹത്തിന് അപമാനകരമാണ്. സാധാരണക്കാരായ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകേണ്ട സുപ്രധാന ചുമതലയിൽ നിന്ന് പോലീസ് സംവിധാനം പൂർണ്ണമായി പിൻവാങ്ങിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇത്തരം സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിയമം നടപ്പിലാക്കപ്പെടുന്ന ഈ ഒരു സമീപനം ഇവിടുത്തെ ക്രമസമാധാന നിലയെ പൂർണ്ണമായും തകിടം മറിച്ചിരിക്കുകയാണ്. നിയമത്തെയും നിയമപാലകരെയും പരസ്യമായി വെല്ലുവിളിക്കുന്ന കൊടും കുറ്റവാളികൾക്ക് മുന്നിൽ മുട്ടുകുത്തുന്ന ഭരണകൂടം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമുള്ള നാടകങ്ങളാണ് കാഴ്ചവെക്കുന്നത്. യോഗി ആദിത്യനാഥിന്റെ പോലെ ശക്തമായ ഭരണ നേതൃത്വത്തിന്റെ അഭാവവും അഴിമതി നിറഞ്ഞ രാഷ്ട്രീയ സംസ്കാരവുമാണ് കേരളത്തെ സാമൂഹ്യ വിരുദ്ധരുടെ പറുദീസയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു നിഷേധാത്മക സമീപനത്തിനെതിരെ ശക്തമായ ജനകീയ പ്രതിരോധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ്. കുറ്റവാളികൾക്ക് സംരക്ഷണവും സാധാരണക്കാർക്ക് പീഡനവും എന്ന അവസ്ഥയാണ് കേരളത്തിലെ പോലീസിംഗ് സമ്പ്രദായത്തെ അടയാളപ്പെടുത്തുന്നത്. അർദ്ധരാത്രിയിലെ റെയ്ഡുകളും ഭീഷണികളും രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ മാത്രം തിരിയുമ്പോൾ യഥാർത്ഥ ഗുണ്ടകൾ സുരക്ഷിതരായി തുടരുന്നു. ഈ രീതി കേരളത്തെ ഒരു ക്രിമിനൽ പർദീസയാക്കി മാറ്റുമെന്നതിലും സംശയമില്ല. ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ പക്ഷപാതപരമായ പോലീസ് നയങ്ങൾ അവസാനിപ്പിക്കുകയും കർശനമായ നിയമവാഴ്ച ഉറപ്പാക്കുകയും വേണം. മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാന വശം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നതാണ്. ചില ദൃശ്യമാധ്യമങ്ങളും ഓൺലൈൻ വാർത്താ പോർട്ടലുകളും ഈ വിഷയത്തെ പോലീസിന്റെ ഇടപെടലുകളെയും ഭരണകൂടത്തിന്റെ മൗനത്തെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് വാർത്തകൾ പുറത്തുവിടുന്നുമുണ്ട്. പ്രതിപക്ഷ കക്ഷികളും സാമൂഹിക നിരീക്ഷകരും സർക്കാരിൻ്റെ ഒരു ഇരട്ടത്താപ്പ് നയത്തിനെതിരെ തുറന്ന പോരാട്ടത്തിന് തയ്യാറെടുക്കണം. മാധ്യമങ്ങളിൽ നിറയുന്ന ഇത്തരം ചർച്ചകൾ കേരളത്തിലെ ക്രമസമാധാന തകർച്ചയുടെ ആഴം പൊതുസമൂഹത്തിന് മുന്നിൽ കൂടുതൽ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിൽ നിലനിൽക്കുന്ന ഇത്തരം സാമൂഹിക വിരുദ്ധ പ്രവണതകൾക്കും ക്രമസമാധാന തകർച്ചയ്ക്കുമെതിരെ ഇനിയും മൗനം പാലിക്കാൻ കഴിയില്ല എന്നതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നത്. നിയമവാഴ്ചയെ കാറ്റിൽ പറത്തിക്കൊണ്ട് ക്രിമിനലുകൾക്ക് പരസ്യമായി വെല്ലുവിളികൾ ഉയർത്താൻ കഴിയുന്ന സാഹചര്യം ഒരു ജനാധിപത്യ സമൂഹത്തിനും ഭൂഷണമല്ല. സാധാരണക്കാരുടെ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കേണ്ട ഭരണ സംവിധാനങ്ങൾ നിഷ്ക്രിയമാകുമ്പോൾ ജനങ്ങൾ സ്വയം പ്രതിരോധിക്കേണ്ട അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. രാഷ്ട്രീയ താൽപര്യങ്ങൾക്കും പക്ഷപാതപരമായ നയങ്ങൾക്കും അതീതമായി യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താനും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ശക്തമായ ഭരണതല ഇടപെടലുകൾ അടിയന്തരമായി ഉണ്ടാകേണ്ടതുണ്ട്. നീതിബോധമുള്ള ഓരോ പൗരനും തലകുനിക്കേണ്ടി വരുന്ന രീതിയിലാണ് കേരളത്തിലെ ക്രമസമാധാന നില അധപ്പതിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം വീണ്ടെടുക്കാനും ജനങ്ങളുടെ ജീവന് സംരക്ഷണം ഉറപ്പാക്കാനും ശക്തമായ ഭരണപരമായ ഇടപെടലുകൾ അടിയന്തരമായി ആവശ്യമാണ്. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.